ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രമദ. ഇക്കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പലരും കണ്ടിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് വിളിച്ച് പറഞ്ഞിരുന്നു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ലൈവിലും മാരത്തോണിലും അല്ലെങ്കിൽ ഫൈനൽ ടച്ചിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ ഏരിയയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം സെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം മൈനസ് മാർക്ക് ഇല്ല സെറ്റിന്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഏതൊക്കെ ഏരിയാസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ സെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മളുടെ ലൈവിലും അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് മീഡിയേറ്റ്സ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇമ്മ്യൂണോഗ്ലോബുലിൻ A, D, E, H. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യാം. അതുപോലെ വന്നൊരു ക്വസ്റ്റ്യനാണ് ക്രോമസോംസിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യനാണ് ക്രോമസോമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പോളിറ്റീൻ ക്രോമസോംസ്, ലാംബ്രഷ് ക്രോമസോംസ്, പോളിസെൻട്രിക് ക്രോമസോം ആൻഡ് ടെർമിനൽ കൈനറ്റോകോർ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൈസോമി 21 നമ്മൾ ജെനറ്റിക്സ് പഠിക്കുമ്പം സെൻറ്റൻസ് വൈസ് പഠിക്കുന്ന ഒരു കാര്യമാണ് ട്രൈസോമി 21 എന്ന് പറയുന്നത്. ഇനി ഇൻ ദി ഓവറി ക്യാവിറ്റി പോളൻ ട്യൂബ്സ് ഈസ് ഗൈഡഡ് ബൈ. ഇതും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. പോളൻ ട്യൂബ്സ് ഗൈഡ് ചെയ്യുന്ന ഏതാണ്? ഒബിറ്റുറേറ്റർ, സൈനർജിറ്റ്സ്, എഗ്, ചലാസ. ഒബിറ്റുറേറ്റർ ആണ് പോളൻ ട്യൂബ്സ് ഗൈഡ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ മൈന്യൂട്ട് സെപ്പറബിൾ റൗണ്ടഡ് ഔട്ട് ഗ്രോത്ത്സ് ഓഫ് ലൈക്കൻ താലസ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ലൈക്കൻസ് പഠിക്കുമ്പം സൊറീഡിയും ഇസിഡിയും അല്ലേ ലൈക്കൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ സൊറീഡിക്കും ഇസിഡിക്കും പെക്യുലിയർ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ആൻഡ് ആൻജിയോസ്പം ഫാമിലി വിത്ത് സിഞ്ചിനീഷ്യസ് ആന്തർ. സിഞ്ചിനീഷ്യസ് ആന്തർ എന്തിൻ്റെ പ്രത്യേകതയാണ്? അസ്ട്രേസിയ അല്ലെങ്കിൽ കമ്പോസിറ്റീൻ്റെ പ്രത്യേകതയാണ് സിഞ്ചിനീഷ്യസ് ആന്തർ. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാമിലിയുടെ അകത്തേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ പെക്യുലിയറിറ്റീസോ ഒന്നും ചോദിച്ചിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്രൂട്ട് സൈക്കോണിയം ഈസ് ഡെവലപ്ഡ് ഫ്രം ഇൻഫ്ലോറസെൻസ്. ഇൻഫ്ലോറസെൻസിലും ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് റിട്രോ വൈറസ് ഈസ്. വൈറസിനൊക്കെ ഒരുപാട് പെക്യുലാരിറ്റി നമ്മൾ വൈറോയിഡ്സിൻ്റെയും വിറിയോൺസിൻ്റെയും കാര്യംസൊക്കെ പഠിക്കാൻ പറയും. അതുപോലെ തന്നെ റിട്രോ വൈറസിന് എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ വൈറോയിഡ്സ് ഡിഫർ ഫ്രം വൈറസസ് ഇൻ ദാറ്റ്. വൈറോയിഡ്സിന് എന്താ പ്രത്യേകത? ലാക്ക് എ പ്രോട്ടീൻ കോഡ്, ഹാവ് എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആസ് എ ജെനറ്റിക് മെറ്റീരിയൽ, replicate in animal cells only, have complex capsid structures. Viroids differences from viruses. വൈറസസും വൈറോയിഡ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ലാക്ക് എ പ്രോട്ടീൻ കോഡ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട് കഴിഞ്ഞ സെറ്റ് എക്സാമിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. അപ്പം ഇനി നമ്മൾ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അവിടെ നിന്ന് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്ത് പഠിക്കണം. അതായത് എപ്പോഴും നമ്മൾ സെറ്റിന് പഠിക്കുമ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബേസ് ചെയ്യണം. അതുപോലെ സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏതൊക്കെ ഏരിയാസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നോക്കി ആണ് പഠിക്കേണ്ടത്. അപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റസ്ട്ര 3.0 പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ തന്നെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഇത് കൂടാതെ വീക്ക്ലി റിവിഷൻ എക്സാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് തന്നെ ഓരോ പോർഷൻസും കൃത്യമായി മനസ്സിലാക്കി എക്സാം എഴുതി പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിന് പുറമെയാണ് നമ്മൾ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് മെൻറ്ററോട് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പഠിച്ച് പോകാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടന്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണുള്ളത്. അപ്പം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഒറ്റ തവണ നേടാൻ സാധിക്കും. അപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വെക്കാതെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഏരിയയും കൃത്യമായി കവർ ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിച്ച് എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.